ബി.ജെ.പിയെ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ സൂചനയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ബി.ജെ.പിക്ക് മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിച്ചത്. ഇത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് മഹിളാ മോർച്ച അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനമാണ് ബി.ജെ.പിയുടെ നയം. ഇതിനാണ് ജനങ്ങൾ പിന്തുണ നൽകുന്നത്. ഇടതു വലതു പക്ഷങ്ങൾ നടത്തുന്ന കാപട്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സ്ത്രീകൾക്ക് മുന്നേറ്റം നൽകുന്ന പല പദ്ധതികളും നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ട്. വരും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് വോട്ടായി മാറുമെന്നും നവ്യ ഹരിദാസ് ജനം ടിവിയോട് പറഞ്ഞു. കോഴിക്കോട് നിന്നും രമ്യദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ബി.ജെ.പി വലിയ മുന്നേറ്റമാണ്. കോഴിക്കോട് ഉൾപ്പെടെ എല്ലാ ജില്ലകളിലും മികച്ച വിജയമാണ് നേടിയത്. ഇനി വരാനുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇന്ന് നമ്മോടുകൂടെ ബി.ജെ.പിയുടെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസാണ് നമ്മളോടൊപ്പമുള്ളത്. ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനുള്ളത്. വലിയ മികച്ച വിജയം തന്നെ കോഴിക്കോടും അതുപോലെ കേരളത്തിലുൾപ്പെടെ ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇനിയൊരു പ്രതീക്ഷ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്? അതെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി.ജെ.പിക്ക് വരുന്ന പിന്തുണയെക്കുറിച്ചുള്ളൊരു ധാരണ പൊതുജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരം, നമ്മുടെ തലസ്ഥാനം, അത് ഇന്ന് ബി.ജെ.പി ഭരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ എടുത്ത് നോക്കുമ്പോഴും 7 കൗൺസിലർമാർ ഇന്നതിൽ നിന്നും 13 കൗൺസിലർമാരായിട്ട് ഉയരുകയും മികച്ച മുന്നേറ്റം ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. തത്തുല്യമായിട്ടുള്ള മുന്നേറ്റം എല്ലാ ജില്ലകളിലും ബി.ജെ.പിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഇന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതിനനുസരിച്ചിട്ടുള്ള പിന്തുണ ഇന്ന് ബി.ജെ.പിക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മഹിളാ മോർച്ചയുടെ അധ്യക്ഷ കൂടിയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നിരവധി പദ്ധതികളുണ്ട്, സ്ത്രീകൾക്ക് ഉള്ള ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് ഇത്തരം പദ്ധതികളും, ശബരിമല വിഷയം ഉൾപ്പെടെ. അപ്പോൾ ഇതെല്ലാം പ്രതിഫലിക്കുമെന്ന് കരുതുന്നുണ്ടോ? വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി എന്നും വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ആ വികസനം എടുത്തു നോക്കുമ്പോൾ ഇന്ന് സ്ത്രീകളുടെ ഇടയിലേക്ക് ആ സ്ത്രീ സമൂഹം നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബി.ജെ.പി അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇവിടെ നമ്മൾ തൊഴിലുറപ്പിനെ പരാമർശിക്കുമ്പോഴും ഈ തൊഴിലുറപ്പിൻ്റെ വക്രമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തിൽ നിലനിൽക്കുമ്പോഴും ആ കുടുംബശ്രീയിലൂടെയും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളിലേക്ക് മികച്ച മുന്നേറ്റം കൊണ്ടുവരാൻ ബി.ജെ.പിക്ക് സാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ വലിയൊരു നേട്ടമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മുന്നേറ്റം നൽകുന്ന പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കി ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചതും അംഗനവാടി ടീച്ചർമാരുടെയും വർക്കർമാരുടെയും വേതനം വർദ്ധിപ്പിച്ചതും തുടങ്ങി നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സ്ത്രീകളെ പരാമർശിച്ചുകൊണ്ടും സ്ത്രീകളുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടും സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടും യഥാർത്ഥത്തിലുള്ള സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കി കാണിച്ച സർക്കാരാണ് ബി.ജെ.പി സർക്കാർ. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീ വിഭാഗത്തിൻ്റെ അകൈതവമായിട്ടുള്ള പിന്തുണ ബി.ജെ.പിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലും നിശ്ചയമായിട്ടും ആ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കും. സ്ത്രീപക്ഷത്തു നിന്നുള്ള ഒരു ചോദ്യം കൂടിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സ്ത്രീകളെ ഇപ്പോൾ ഈ തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതായത് മഹിളാ മോർച്ചയുടെ അധ്യക്ഷ കൂടിയാണ്, അതുകൊണ്ടാണ് അത്തരത്തിലൊരു ചോദ്യം വരുന്നത്. എങ്ങനെയായിരിക്കും സ്ത്രീകൾക്കുള്ള ഒരു പ്രാതിനിധ്യം? മഹിളാ മോർച്ചയുടെ കാര്യം എടുത്തു പറയുമ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയും 3 ജനറൽ സെക്രട്ടറിമാരും ജനപ്രതിനിധികളാണ്. അതുതന്നെ മോർച്ചയ്ക്ക് നൽകുന്ന പ്രാധാന്യവും എങ്ങനെയുള്ള ആളുകളെയാണ് ബി.ജെ.പി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇവിടെ സ്ത്രീകളുടെ മുന്നേറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ താമര ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മത്സരിപ്പിച്ചത് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താമര ചിഹ്നത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ കടന്നു വന്നിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്ന 50% സ്ത്രീകളെന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും ജനറൽ സീറ്റുകളിൽ അടക്കം സ്ത്രീകളെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കുവാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വെറും സംവരണം മാത്രം നോക്കി 50-ൽ ഒതുങ്ങി നിൽക്കാതെ ജനറലിലേക്കും കൂടെ സ്ത്രീകളെ മത്സരിപ്പിക്കുന്ന തരത്തിലേക്ക് മുഖ്യധാരയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ പ്രത്യേകം ബി.ജെ.പി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നോക്കിയാലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നോക്കിയാലും LDFും UDFും മുൻപോട്ട് വെച്ചതിനേക്കാൾ കൂടുതൽ സ്ത്രീകളെ മത്സരിപ്പിച്ചത് ബി.ജെ.പി തന്നെയാണ്. അപ്പോൾ തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടിയും നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയെന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ? ബി.ജെ.പി പ്രവർത്തകരും പാർട്ടിയും ആത്മവിശ്വാസത്തിലാണ്. അതുപോലെ പൊതുജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി.ജെ.പിയും പാർട്ടിയും നേതാക്കളും എല്ലാം തന്നെയുള്ളത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സന്തോഷിനൊപ്പം രമ്യദാസ്, ജനം.